വെൽക്കം ടു മൈ ചാനൽ ആന്റണി രാജു മാത്ത് ക്ലാസ്സസ്. നമ്മൾ ഈ ചാനലിലൂടെ 10ാം ക്ലാസ്, +1, +2 ഇതിലെല്ലാത്തിലെയും മാത്സിന്റെ ടോപ്പിക്സ് പഠിച്ചു. ഇനി നമ്മൾ എഞ്ചിനീയറിംഗിന്റെ മാത്സ് പഠിക്കും. നെക്സ്റ്റ് ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC, UPSC, ബാങ്ക് എക്സാംസ് ഇതിലെല്ലാം സ്ഥിരമായിട്ട് കാണുന്ന ട്രെയിനിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. ഈ ട്രെയിനിന്റെ പ്രോബ്ലംസ് നമുക്ക് മെയിനായിട്ട് 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, മൂവിംഗ് ട്രെയിൻ ക്രോസസ് എ മാൻ. സെക്കൻഡ് വൺ, മൂവിംഗ് ട്രെയിൻ crosses a platform. Third one, moving train crosses a man sitting in platform. Fourth one, moving train crosses another train which is in same or opposite direction. And last one, moving train crosses a man who is sitting or standing on another moving train. ഈ 5 കേസസിനും നമ്മൾ ഒരൊറ്റ ഇക്വേഷൻ ഉപയോഗിക്കുന്നുള്ളൂ. സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ മുതൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. Speed is equal to distance by time. Yes, speed is equal to distance by time. ഈ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഈ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളത് ഡിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് ലെങ്ത് എന്ന് എഴുതാം. അതായത് ട്രെയിനിന്റെ ലെങ്ത് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഒക്കെ ആയിരിക്കും നമുക്ക് നോർമലി പ്രോബ്ലത്തിൽ വരിക. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് by time. So shortly I can write L by T. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് S is equal to L by T എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഈ 5 കേസിലും അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ കേസ് 1 എന്തായിരുന്നു? കേസ് 1, മൂവിംഗ് ട്രെയിൻ ക്രോസസ് എ മാൻ. അല്ലെങ്കിൽ പോൾ ഓർ ട്രീ എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ വരാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാൻ, ട്രീ, പോൾ, ഇവിടെ എല്ലായിടത്തും ഇതിന്റെ ബ്രെഡ്ത്ത് എന്തായിരിക്കും നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ട്രെയിനിന്റെ ആ ലെങ്ത് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുള്ളൂ. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഇക്വേഷൻ ബിക്കംസ് സ്പീഡ് ഈസ് ഈക്വൽ ടു L by T itself. ചേഞ്ച് ഒന്നും ഇല്ല, കാരണം ഇവിടെ എല്ലാം നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നെഗ്ലിജിബിൾ ആണ്. കേസ് 2 നോക്കുകയാണെങ്കിൽ moving train crosses a platform. Moving train crosses a platform. അപ്പോ ഇതില് നമുക്കൊരു പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് ഉണ്ടാവും, പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഉണ്ടാവും. സോ സ്പീഡ് ബിക്കംസ് L1 plus L2 by T. ഇതിന്റെ രണ്ടിനെയും കൂടി അഡീഷണൽ ആയിരിക്കും നമ്മുടെ ടോട്ടൽ ലെങ്ത് ആൻഡ് ടൈം വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് സ്പീഡ് കിട്ടും. കേസ് 3 നോക്കുകയാണെങ്കിൽ കേസ് 3 എന്തായിരുന്നു? മൂവിംഗ് ട്രെയിൻ ക്രോസസ് എ മാൻ സിറ്റിംഗ് ഓൺ പ്ലാറ്റ്ഫോം. അപ്പോ ഇതിനെ നോക്കുകയാണെങ്കിൽ ആ മാന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗ്ലിജിബിൾ ആയിരിക്കും, പക്ഷെ ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നമ്മൾ എടുക്കണം. സോ മൂവിംഗ് ട്രെയിൻ ക്രോസസ് a man on platform. S is equal to L1 plus L2 by T. സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. കേസ് 5, മൂവിംഗ് ട്രെയിൻ ക്രോസസ് എ മാൻ who is sitting or standing in another train. ആ ട്രെയിൻ മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കേസ് 5, moving train crosses a man sitting or standing on another running train. ഇതിലും നമ്മൾ സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിക്കട്ടെ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? S is equal to L by T. ഇപ്പൊ ഇവിടെ നമുക്ക് 2 ട്രെയിൻ ഉണ്ട് അല്ലെ? സോ 2 സ്പീഡ് വരും. S1 plus S2 is equal to L by T. 2 ലെങ്ത് വരില്ല. ഒരു ട്രെയിനിന്റെ ലെങ്ത്തും മറ്റേ ട്രെയിനില് ഒരാളുടെ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോ അയാളുടെ നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കും. S1 plus S2 is equal to L by T എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രെയിനിന്റെ സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ട്രെയിൻസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. opposite
ഡയറക്ഷൻ. ഇനി നമുക്ക് അത് കഴിഞ്ഞ് സെയിം ഡയറക്ഷൻ ആണെങ്കിലോ ഇക്വേഷൻ എങ്ങനെ വരും? S1 minus S2 L by T. Trains are in same direction. അപ്പോൾ നമ്മുടെ 5 കേസും കഴിഞ്ഞു. ലാസ്റ്റ് വൺ നമുക്കൊരു സ്പെഷ്യൽ കേസ് നോക്കാം. എ മൂവിംഗ് ട്രെയിൻ പാസസ് എ മാൻ ഹു ഈസ് റണ്ണിങ്. അപ്പോൾ മൂവിംഗ് ട്രെയിൻ ക്രോസസ് എ മാൻ റണ്ണിങ്. സോ ഇതിൽ ഇക്വേഷൻ നമുക്ക് നേരത്തെ പഠിച്ച പോലെ തന്നെ വരിക. ഇതിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു L by T ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ L by T യിലെ ചെറിയൊരു ചേഞ്ച് വേണ്ടത് ആ മനുഷ്യന്റെ സ്പീഡും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. അത് ലെറ്റ് ഇറ്റ് ബി S2. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം, ആൻഡ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സോ S1 plus S2 is equal to L by T and S1 minus S2 is equal to L by T in same direction. അപ്പോൾ ഈ 6 കേസസ് അറിയാമെങ്കിൽ നമുക്ക് ട്രെയിനിന്റെ എല്ലാ പ്രോബ്ലംസും PSC UPSC എല്ലാത്തിലും വരുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നിന്റെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ എ ട്രെയിൻ 180 meter long running at 72 km/h in crossing an electric pole. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതാം. ലെങ്ത് is equal to 180 meter, speed is equal to 72 km/h. നിങ്ങൾ പിന്നെ വേറെ ഡാറ്റ നമുക്ക് തന്നിട്ടില്ല. ഒരു ഇലക്ട്രിക് പോളിനെയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഇലക്ട്രിക് പോളിന്റെ ലെങ്ത് നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുക. സോ ഇവിടെ ഈ 72 കിലോമീറ്ററും ഇത് മീറ്ററും ആണ്. അപ്പോൾ ഈ 72 km/h നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. So I have to multiply it with 5/18. So speed is equal to 72 into 5/18 4 times. So I will get 20 meter per second. അപ്പോൾ ട്രെയിനിന്റെ സ്പീഡ് ഇപ്പോൾ ഞാൻ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. ഒരു സെക്കൻഡിൽ 20 മീറ്റർ ആണ് ട്രെയിൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് 180 മീറ്റർ. സോ നമുക്കിവിടെ ടൈമർ കാണേണ്ട ഇക്വേഷൻ ഈസ് S is equal to L by T. അപ്പോൾ ടൈമിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ T is equal to L by S. T is equal to L by S. Time 180 divided by 20. You will get 9 seconds. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുണ്ടായുള്ളൂ. ടൈമാണ് നമ്മൾ കാണേണ്ടത്. ടൈം വി വിൽ ഗെറ്റ് 9 seconds. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A train 140 meter long is running at 60 km/h. And how much time will it pass a platform 260 meter long? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. L1 is equal to 140 meter and speed of train that is equal to 60 km/h. അപ്പോൾ നമ്മൾ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി എഴുതാം. സോ 60 into 5/18 നമുക്കതിനെ 300/18 കിട്ടും. അത് എഴുതി വെച്ചേക്കാം. നെക്സ്റ്റ് കേസ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ്. ഇറ്റ് ഈസ് 260 മീറ്റർ. സോ L2 പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 260 മീറ്റർ. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? S is equal to L by T തന്നെ. ഇവിടെ ഒരു ലെങ്തും കൂടി ആഡ് ചെയ്ത് വരും. L1 plus L2. നമുക്ക് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്ന ടൈം ആണ്. സോ T is equal to L1 plus L2 by S. Solve ചെയ്യാം. L1 plus L2 260 plus 140 by speed 300/18 എന്നുള്ളത് പ്രതിക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോൾവ് ചെയ്യുമ്പോൾ 400/300 into 18. zeros കട്ട് ചെയ്ത് കളയാം. 3 ഇവിടെ 6 times. So our answer is 24 seconds. Okay. നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A train 100 meter long is running at a speed of 70 km/h. In what time will it pass a man who is running at a speed of 10 km/h in the same direction? തന്നിരിക്കുന്ന ഡയറക്റ്റ എടുത്ത് എഴുതുക. നമുക്ക് ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ് തന്നിരിക്കുന്നത്? L is equal to 100 meter. So LT speed of train 70 km/h. നമുക്ക് അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. into 5/18. So it will be 350/18 meter per second.
അതുപോലെ തന്നെ സ്പീഡ് ഓഫ് മാൻ ഇസ് ഈക്വൽ ടു നമുക്കിവിടെ വരുന്നത് 10 km/h ആണ്. സോ 10 into 5/18 50/18 meter per second. ഓക്കെ, നമുക്കിതിൽ കാണാനുള്ളത് ഇൻ വാട്ട് ടൈം വിൽ ഇറ്റ് പാസ് എ മാൻ ഹു ഈസ് റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എഴുതാം. സ്പീഡ് ഈസ് ഈക്വൽ ടു L/T. പക്ഷെ നമുക്ക് രണ്ട് സ്പീഡ് ഉണ്ട്, അതായത് രണ്ടും സെയിം ഡയറക്ഷനിലാകുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സോ ST മൈനസ് SN ഇസ് ഈക്വൽ ടു L/T. അവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് 100 മീറ്റർ. ടൈം നമുക്ക് അറിയില്ല. സ്പീഡിന്റെ വാല്യൂ ട്രെയിനിന്റെ സ്പീഡ് 350/18, മാനിന്റെ സ്പീഡ് 50/18 ടു 100 ഇനി നമുക്ക് ടീന്റെ വാല്യൂ കാണണം. സോ T is equal to, അല്ലെങ്കിൽ ഇത് ആദ്യം സബ്ട്രാക്ട് ചെയ്യാം. സോ 300/18 is equal to 100/T. സീറോസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. T 3ഉം 18ഉം കട്ട് ചെയ്ത് കളയാം. 6. സോ T is equal to 6 seconds. 6 seconds. അപ്പോൾ ഇതൊരു ഈസി ക്വസ്റ്റൻ ആണ്. നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്, ജസ്റ്റ് ആ ഇക്വേഷനിലേക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 4. എ മാൻ ഈസ് സ്റ്റാൻഡിംഗ് ഓൺ എ റെയിൽവേ ബ്രിഡ്ജ് വിച്ച് ഈസ് 50 meter long. He find that a train crossed the bridge in 4.5 seconds, but himself in 2 seconds. Find the length and speed of the train. അപ്പോൾ ഒരു ട്രെയിൻ ഒരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാനെടുത്ത സമയം 4 സെക്കൻഡ് ആണ്. ആ മനുഷ്യനെ ക്രോസ് ചെയ്യാനെടുത്ത സമയം 2 സെക്കൻഡ് ആണ്. നമ്മൾക്ക് ഇതിൽ കാണേണ്ടത് ലെങ്ത് ഓഫ് ദ ട്രെയിനും സ്പീഡ് ഓഫ് ദ ട്രെയിനുമാണ്. തന്നിരിക്കുന്നതിൽ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് LB is equal to 50 meter. ലെങ്ത് ഓഫ് ട്രെയിൻ നമുക്ക് അറിയില്ല. ദെൻ സ്പീഡ് ഓഫ് ട്രെയിൻ നമുക്ക് അറിയില്ല. സ്പീഡ് ഓഫ് ട്രെയിൻ അറിയില്ല. ദെൻ ബ്രിഡ്ജിനെ കവർ ചെയ്യാനെടുത്ത സമയം, ട്രെയിൻ ബ്രിഡ്ജിനെ കവർ ചെയ്യാനെടുത്ത സമയം TB is equal to 4.5. ട്രെയിൻ മാനിനെ കവർ ചെയ്യാനെടുത്ത സമയം 2 seconds. 4.5 seconds. ഇനി ഇതെല്ലാം വെച്ചിട്ട് വേണം നമുക്കിപ്പോ ട്രെയിനിന്റെ സ്പീഡും കാണണം, ലെങ്ത്തും കാണണം. നമുക്ക് ആദ്യം നമ്മൾ പഠിച്ച ഇക്വേഷനിലേക്ക് കിടക്കാം. S is equal to length by time. ഇവിടെ കുറച്ച് വ്യത്യാസം തന്നെ എന്തൊക്കെയായിരിക്കും? നമുക്ക് ലെങ്ത് വരുന്നത് ബ്രിഡ്ജിന്റെ ലെങ്ത്തും ഉണ്ട്, ട്രെയിനിന്റെ ലെങ്ത്തും ഉണ്ട്. സോ LB plus LT. സ്പീഡിന് വ്യത്യാസമില്ല, ആകെ ട്രെയിന് മാത്രമേ ഇവിടെ മൂവ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ടൈമിനും വ്യത്യാസമില്ല. ബ്രിഡ്ജ് കവർ ചെയ്യാനത്തെ ടൈം നമ്മളിവിടെ മാർക്ക് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ TB വരും. സോൾവ് ചെയ്യുമ്പോൾ LB will become 50 plus LT നമുക്ക് അറിയില്ല. TB will become 4.5. ആൻഡ് സിമിലർലി ട്രെയിനിന്റെ വേറെ രീതിയിൽ നമുക്ക് മാനിനെ വെച്ച് ഇക്വേഷൻ എഴുതുമ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു കവർ ദ മാൻ. സോ LT/2 ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. സോ LT/2 is equal to 50 plus LT/4.5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.5 LT is equal to 100 plus 2LT. Then 2.5 LT is equal to 100. This is 2LT നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത്. So LT is equal to 100/2.5. Now the answer is 40 meter. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ട്രെയിൻ 40 മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ്? സ്പീഡ് ഓഫ് ട്രെയിൻ ആണ്. അത് ഈ ഇക്വേഷനിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ സ്പീഡ് ഓഫ് ട്രെയിൻ എങ്ങോട്ട് വെച്ചിട്ടുണ്ട്? S is equal to 40 divided by 2. So we'll get 20 meter per second. 20 meter per second ആണ് നമുക്ക് ട്രെയിനിന്റെ സ്പീഡ് കിട്ടിയിരിക്കുന്നത്. ഇത് പക്ഷേ മീറ്റർ പെർ സെക്കൻഡിലാണ്. നമ്മൾ ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കണം. ഇൻറ്റു 18/5. സോ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 18/5 72 kilometer per hour. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 72 kilometer per hour. നമുക്ക് ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതി. LB ബ്രിഡ്ജിന്റെ ലെങ്ത് 50, ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല, ട്രെയിനിന്റെ സ്പീഡ് അറിയില്ല, ബ്രിഡ്ജ് കവർ ചെയ്യാനെടുത്ത സമയം 4.5, മാനെ കവർ ചെയ്യാനെടുത്ത സമയം 2 സെക്കൻഡ്. അപ്പോൾ നമുക്ക് പഠിച്ച ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്.
സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ബൈ ടൈം. ഇവിടെ രണ്ട് ലെങ്ത് വരുന്നുണ്ട്, ബ്രിഡ്ജിന്റെ ലെങ്ത്തും ട്രെയിനിന്റെ ലെങ്ത്തും ഡിവൈഡഡ് ബൈ ടൈം. ബ്രിഡ്ജ് കവർ ചെയ്യേണ്ട സമയം 4.5. ആൻസർ 50 പ്ലസ് LT ബൈ 4.5. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ട്രെയിൻ കാണാനായിട്ട് ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ മാനിനെ കവർ ചെയ്യേണ്ട സമയം 2 സെക്കൻഡ്, LT ബൈ 2. രണ്ടിലും S സെയിം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇക്വേറ്റ് ചെയ്തു. ഐ ഗോട്ട് LT ഈസ് ഈക്വൽ ടു 40 മീറ്റർ. ഇനി അത് വെച്ച് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 40/2 20 മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാം 72 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ നമ്മളിന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു.